കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ക്യാരമലൈസ് ചെയ്ത് വെക്കണം ഷുഗർ. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല ബോട്ടം നല്ല കട്ടിയുള്ള അല്ലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇടുകയാണേ. സൈഡിൽ നിന്നൊക്കെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ കറക്കി കൊടുക്കുക. ഹാൻഡിൽ സ്പൂൺ ഇടേണ്ട, മുഴുവൻ അലിയുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നതും കരിഞ്ഞു പോകാതെ നോക്കണം. കാണാമല്ലോ കുറച്ചും കൂടി മെൽറ്റായിട്ടുണ്ട്. ഇനിയും ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് കറക്കി മുഴുവൻ മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. സ്പൂൺ ഞാൻ ഇട്ടിട്ടില്ല, മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് ഇളക്കുക സ്പൂൺ ഇട്ടിട്ട്. കളർ നല്ല ഡാർക്കാക്കും, പക്ഷേ കരിഞ്ഞു പോകാനും പാടില്ല. നല്ല ഡാർക്ക് കളർ ആക്കാമെങ്കിൽ നമ്മുടെ കേക്കിന് അതുപോലെ നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും. തീ കുറച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ കാണാമല്ലോ നല്ലതായിട്ട് കളർ മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം വെരി കെയർഫുള്ളായിട്ട് ഒഴിക്കണം, പൊട്ടിത്തെറിക്കും. കൈയും മുഖമൊക്കെ മാറ്റി പിടിച്ചിട്ടേ ഒഴിക്കാവുള്ളേ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്കൊക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി ഇച്ചിരി നേരം ഇളക്കണം. അത് തിളച്ചിട്ട് പറ്റും. നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചത് മൊത്തം സിറപ്പും കൂടെ തണുത്ത് കഴിയുമ്പം കുറുകി വരും, പാകത്തിനാവും. വെള്ളം ഒഴിക്കുമ്പോൾ കട്ട പിടിച്ച പോലൊക്കെ തോന്നും, പക്ഷേ അത് വെള്ളം തിളച്ചിങ്ങനെ ചൂടാകുമ്പോൾ ഇത് അലിഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇപ്പോൾ തിളയ്ക്കുന്നുണ്ടല്ലോ, ഒരു 3 മിനിറ്റ് തിളപ്പിക്കും ഇങ്ങനെ വെച്ചിട്ട്. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡേറ്റ്സ് ഉണ്ട്, പീൽസ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ചെറീസ് ഉണ്ട്, പിന്നെ നട്ട്സ് എടുത്തിട്ടുണ്ട്, 2 കളറിലതും റേസിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കറൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ അരിയേണ്ട സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അരിയാണ്. ഡേറ്റ്സ് ഒക്കെ നമുക്ക് അരിഞ്ഞ് വയ്ക്കണം, ചെറീസൊക്കെ അരിഞ്ഞ് വയ്ക്കണം. കട്ട് ചെയ്ത് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ആകുമ്പോൾ അത് വാങ്ങിച്ചാൽ മതി. ഞാനിങ്ങനെ മുഴുവനെ വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ ചെറീസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കുഞ്ഞാക്കി ഇടാം കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ഡേറ്റ്സും ചെറീസും അരിഞ്ഞിട്ടു. ഇതിലേക്ക് റൈസിൻസ്, ഉണക്കമുന്തിരിയാണ്, അതിട്ടു. ഒക്കെ ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം. ആപ്രിക്കോട്ട്സ് ഇടാം, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇതിലേക്ക് കറൻസ് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, ഇപ്പോൾ ഓറഞ്ചിൻ്റെ പീലും ഈ ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ഒന്നും ഇപ്പോൾ ഇടത്തില്ലേ, ഇതൊക്കെ പിന്നെ നമുക്കിടാം. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 24 hours വെക്കണം. തലേദിവസം അങ്ങ് ഒഴിച്ച് വെച്ച് രാത്രിയിലെല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി. രാവിലെ എടുക്കില്ല, കുറേ ദിവസങ്ങൾ വെച്ചാൽ അതിനേക്കാട്ടിലും നല്ലത്. കുറേ ഫ്ലേവേഴ്സ് അതിലേക്ക് പിടിക്കും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് റം ഒഴിക്കാൻ പോവാണ്. ബ്രാൻഡിയോ എന്താ നിങ്ങൾക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ അത് ഒഴിക്കാം. ഇത് ഡാർക്ക് റമ്മാണ്, അതതിൻ്റെ കളറിങ്ങനെ ഇവിടെ ഇരുന്ന് സൂക്കാവട്ടെ. അപ്പോൾ ഇത് ഇന്ന് ഇട്ട് വെച്ചു. നാളെ നമ്മളിത് കേക്ക് ഉണ്ടാക്കും. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ ബട്ടർ, എന്നിട്ട് ഷുഗർ. ഞാൻ ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുത്തേക്കുന്നത്. ഇത് അതുപോലെ ഇങ്ങനെ അമർത്തി എടുക്കണം ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെയിറ്റ് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ അത് രണ്ടും കൂടെ എല്ലാവർക്കും അറിയാം, ബീറ്റ് ചെയ്യും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതാണ് അത് കേക്ക് നന്നായി സോഫ്റ്റ് ആവുന്നേ. ഇതിലേക്ക് ഞാൻ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം ബട്ടർ തന്നെ ആകുമ്പോൾ ഉണ്ടല്ലോ, തണുപ്പ് രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്ക് അതിങ്ങനെ തണുപ്പാകുമ്പോൾ കുറച്ചും കട്ടി പിടിച്ചിരിക്കുന്നേ. അപ്പോൾ ഈ ഓയിലും കൂടി ആകുമ്പം സോഫ്റ്റാണ്. 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കും. എണ്ണ ഒഴിച്ചു. ഈ എണ്ണ ഇതിൻ്റെ കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറും ഓയിലും ഷുഗറും കൂടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനിയും ഇതിലേക്ക് ഓരോരോ മുട്ട പൊട്ടിച്ചിടാൻ പോവാണേ. അപ്പോൾ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടണം. അറിയാമല്ലോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ തോട് മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിലേ ഇനി എടുക്കാൻ പ്രയാസമല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിച്ചു. ഒരു തോടിൻ്റെ അകത്ത് വീഴുകയും ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ഇടുമായിരുന്നെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. മൂന്ന് മുട്ടയാണേ. അപ്പോൾ ലാസ്റ്റിലത്തെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഇവിടുന്ന് താഴോട്ട് നിരക്കിയിട്ട് മൊത്തം കൂടെ ബീറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലോട്ട് നമ്മളുടെ രാവിലെ ക്യാരമലൈസ് ചെയ്ത് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതിടെ ഒഴിച്ചു. ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് അരിച്ചെടുക്കാൻ പോകും ഞാനേ. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഇത് കിടപ്പില്ല, ജ്യൂസ്, അപ്പോൾ അത് അരിച്ച് വയ്ക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യും കേട്ടോ, ഇത് ഫ്രൂട്ടിൻ്റെ കൂടെ ചേർന്ന ജ്യൂസ് ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യും. കല ഒടിക്കട്ടെ, ഇതും ഒടിക്കട്ടെ. ഇതിലേക്ക് വനില എക്സ്ട്രാക്റ്റ് ഒഴിക്കണം. 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് മാവ്, നമുക്ക് മാവ് വേണമല്ലോ, ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. ഇതിലേക്ക് സോൾട്ട്, 1 കപ്പ് മാവ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് മാവിനായി ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നിങ്ങൾക്ക് അരിച്ചെടുക്കാം, അല്ല ഫോർക്കും കൊണ്ട് മിക്സ് ചെയ്യാം, ഇങ്ങനെ മിക്സ് ചെയ്താലും മതി. ഈ മാവ് മിക്സ് ചെയ്തില്ല, അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ്. സിനമൺ പൗഡറാണ്, ഗ്രാമ്പു പൊടിച്ചത്, പിന്നെ നമ്മുടെ ജാതിക്ക, അതും മാവിലോട്ട് തന്നെ ഇട്ട് ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കും. ഓവർ മിക്സ് ചെയ്യരുത്, ആവശ്യത്തിനേ മിക്സ് ചെയ്യാവുള്ളൂ. ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, കാര്യം ഈ പൊടി പറക്കും ഇടുന്ന ഉടനെ അങ്ങനെ റൺ ചെയ്താൽ. സോ ഇങ്ങനെ ആക്കി ഇളക്കിയതിന് ശേഷം ഒന്ന് അടിച്ചങ്ങെടുത്തിട്ട് പിന്നെ നമുക്ക് എല്ലാം ബ്ലെൻഡർ. ഇനി ഇത് ഈ സ്പാറ്റില ഉപയോഗിച്ചാൽ ചെയ്യാൻ പോവാ. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരം. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കേക്കിനേക്കാട്ടിൽ എനിക്കിഷ്ടം കേക്കിൻ്റെ മാവ് കഴിക്കാനാണേ. പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കൂടെയും കഴിക്കുമായിരുന്നു, അത്രയ്ക്കും മാവ് എനിക്കിഷ്ടമാണ്. അപ്പോൾ മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പീലാണ്, ഓറഞ്ച്, ലെമൺ എല്ലാം കൂടെ ചേർന്നതിൻ്റെ തൊലി. ടൂട്ടി ഫ്രൂട്ടി ഇതൊന്നും സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇതൊക്കെ വേറെ വെച്ചേക്കുമായിരുന്നു. ഈ ലെമണിൻ്റെ പീല് 1 ടീസ്പൂണ് ലെമൺ പീലിട്ടു. കാഷ്യൂസ് ഏത് ടൈപ്പ് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഞാൻ കാഷ്യൂസും വാൾനട്ട്സും കൂടെ രണ്ടും കൂടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഊറ്റി വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സ്, അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ, മൈദ, അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ താണു പോകത്തില്ല കേക്കിൻ്റെ അകത്ത്. എന്നിട്ട് ഇനിയും ഇതിലേക്ക് ഇടാൻ പോവാം. ഇത് നന്നായിട്ട് ഒരുപാട് ഓവർ കുഴയ്ക്കരുത്, ആവശ്യത്തിനേ കഴിക്കാവൂ. പണ്ട് ഞങ്ങൾ കൊച്ചായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഇലക്ട്രിക് അവനൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന മണൽ വെച്ചിട്ടാണ്, മണൽ നന്നായിട്ട് പഴുപ്പിച്ചിട്ട് അതിൽ പാത്രം വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത്രയും അധികം കേക്ക് വന്നിട്ട് ഇത്രയും വെറൈറ്റി കേക്ക്സ് ഉണ്ടാക്കിയാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്കിപ്പോഴും ആ പഴയ കേക്കിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുക. പണ്ടന്ന് വീട്ടിൽ കഴിച്ചിട്ടുള്ള കേക്ക് അതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു, അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇച്ചിരി നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട്, ജ്യൂസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിക്കുമേ. എന്ന് വെച്ചാൽ അപ്പോൾ അതിന് ഫ്ലേവറിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ടില്ലേ, അപ്പം കേക്കിനെ ഒന്ന് പൊങ്ങാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. ലെമൺ ജ്യൂസ്, ഓറഞ്ച് മെർമലേഡ് എന്ന് പറയും, കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കൂടി ചേർന്നിട്ട് അതിടാം. അപ്പം ഇല്ലെങ്കിൽ ജാം ഇടാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ജാമും കൂടി ആഡ് ചെയ്തു. അതും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തു. അവനാണെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ചൂടാകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ടർ തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കും. എല്ലാം ഇതിലിട്ടു. കേക്ക് ടിന്നിൽ മാറ്റി ഇനി 2-3 ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. അപ്പോൾ ഇത് 350 ഡിഗ്രിയിൽ വെച്ച് ബേക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാം. ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഫ്രൂട്ട്സ് അരിച്ചെടുത്ത് റമ, ഇത് കേക്ക് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് ബ്രഷ് ചെയ്യാമേ, മിച്ചമുള്ളതും കൊണ്ട് അങ്ങനെ അത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം.
എടുത്ത് തണുത്തു. ഞാൻ 1 മണിക്കൂർ വെച്ചായിരുന്നു, കുറഞ്ഞ തീയിലല്ല വെച്ച്. ഇതിനി ഇതിലേക്ക് കുറച്ച് ഹോൾസ് ഇടാൻ പോവാണേ. ഈ ജ്യൂസ് ഒഴിച്ച് അരിച്ചെടുത്തായിരുന്നല്ലോ, അപ്പോൾ ആ ജ്യൂസ് അത് ഇതിലേക്ക് ബ്രഷ് ചെയ്യാം. എന്നിട്ട് ഇനിമ ഇത് റാപ്പ് ചെയ്ത് വെക്കുമേ. ഞാൻ അന്നേരം തുടങ്ങി ഇവിടെ നിന്ന് കഴിക്കുകയാണ് കേക്ക്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. ടെക്സ്ചർ വൈസ് ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു ദിവസം ഇരുന്നപ്പോൾ തന്നെ ഇതിന് നല്ലതായിട്ട് ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇരിക്കും തോറും നല്ലതാണെന്നാണ് കേക്ക്. അപ്പോൾ ഇതിനെ അടച്ചു വെക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാർച്ച്മെൻറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫോയിലും കൊണ്ട് വീണ്ടും പൊതിഞ്ഞിട്ട് നല്ലതായിട്ട് വെക്കുക. 2 ആഴ്ച മുമ്പെങ്കിലും ഇതുണ്ടാക്കി വെക്കണേ, എന്നാലേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങത്തുള്ളൂ, ടേസ്റ്റൊക്കെ വരത്തുള്ളൂ നല്ലതായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിന്. മെറി ക്രിസ്മസ്.